ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹിച്ച് നൽകുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് ആത്മചൈതന്യം നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്രകാരത്തിൽ ആത്മചൈതന്യം നൽകുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മൾ ഹൃസ്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പഠിച്ചുകൊണ്ട് പ്രമാണിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ വലിയവനായ ദൈവം ഒരുക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഇന്നീ ദിവസത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഈ ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന നിങ്ങളേവരെയും വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുടർച്ചയായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ഈജിപ്റ്റ് ടു കാനാൻ, മിസ്രൈം ദേശത്തു നിന്നുള്ള ഇസ്രയേൽ ജനങ്ങളുടെ മരുഭൂ പ്രയാണത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥനയോടുകൂടി പഠിക്കാം. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് മന്നയുടെ അനുഭവത്തെക്കുറിച്ചാണ്. ചിന്തയ്ക്ക് ആധാരമായിട്ട് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം, 6 ദിവസം നിങ്ങൾ അത് പെറുക്കേണം, ശബത്തായ 7-ാം ദിവസത്തിലോ അതുണ്ടാവുകയില്ല. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയെങ്കിലും കണ്ടില്ല. അപ്പോൾ യഹോവ മോശയോട്, എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിക്കുവാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതെ ഇരിക്കും? നമുക്ക് കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സകല ചരാചരങ്ങൾക്കും സൃഷ്ടിതാവും പരിപാലകനും സംരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന അടിയങ്ങളെ മെനഞ്ഞ് അടിയങ്ങളെ നാൾതോറും വഴി നടത്തുന്ന സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അവിടുന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയ മന്നയിലൂടെ എൻ്റെ ദൈവം ശബത്തിനെ കുറിച്ച് പഠിപ്പിച്ച വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന ആ ശബത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗീയ കരമടിയങ്ങളോട് കൂടെ ഇരിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മശക്തിയാൽ അടിയങ്ങളെ നിറച്ച് നയിച്ച് അനുഗ്രഹിക്കണമെന്ന അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് നയിക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തന്നെ ആമേൻ. ഇവിടെ പുറപ്പാട് പുസ്തകം അതിൻ്റെ 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മർമ്മപ്രധാനമായ ചില സംഭവ വികാസങ്ങളെ നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കാം. ഇവിടെ സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് 6 ദിവസം ഭക്ഷിക്കുന്നതിന് വേണ്ടി മന്ന നൽകുന്നു. എന്നാൽ 7-ാം ദിവസം അവർക്ക് മന്ന നൽകുന്നില്ല. 6-ാം ദിവസം തന്നെ അത് പെറുക്കി സൂക്ഷിച്ച് ഭക്ഷിച്ചോളുവാൻ സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങളോട് കൽപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ലോകത്തേക്ക് നോക്കുകയാണ് എങ്കിൽ ലോകത്തുള്ള പലരും പറയുന്നതായിട്ടുള്ള ചില കാര്യമുണ്ട്. ക്രിസ്ത്യാനികൾ പലരും പറയുന്നതായിട്ടുള്ള ചില കാര്യമുണ്ട്. അവർ പറയുന്നത് സ്വർഗത്തിലെ ദൈവം മന്ന നൽകിയിരിക്കുന്നത് യഹൂദനാണ് എന്ന്. അതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടു കൂടി ആ ശബത്തിൻ്റേതായിട്ടുള്ള അനുഭവം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ശബത്ത് ക്രൂശിൽ തറച്ച് അവസാനിച്ചു എന്ന് ഇന്ന് ലോകത്തുള്ള ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ചോദ്യം, സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്കാണോ ശബത്ത് നൽകിയത്, അതോ ഈ ലോകത്തുള്ള സകലർക്കും ശബത്ത് നൽകിയോ? ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടി ഈ ശബത്ത് അവസാനിച്ചോ, അത് നിത്യതയിൽ നിന്നും നിത്യതയോളം നിലനിൽക്കുമോ? ഈ 16-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നിത്യതയിൽ നിന്നും നിത്യതയോളം നിലനിൽക്കുന്നതാണ് ശബത്ത് എന്ന്. അതുപോലെ ദൈവം യഹൂദന് നൽകിയതല്ല, യഹൂദനായി മാത്രം നൽകിയതല്ല ശബത്ത് കൽപ്പനയെന്നും നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഈ ശബത്തിൽ 3 അത്ഭുതങ്ങൾ മന്നയുടെ അനുഭവത്തിൽ, മന്നയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവം യഹൂദന് വേണ്ടി മാത്രമല്ല ശബത്ത് നൽകിയത്, അത് ലോകത്തുള്ള സകലർക്കും വേണ്ടിയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് കൽപ്പലകയിൽ എഴുതി ഇസ്രായേൽ ജനങ്ങൾക്ക് കൽപ്പനകൾ നൽകുമ്പോൾ 10 കൽപ്പനകളിൽ 4-ാമത്തെ കൽപ്പനയിലാണ് ദൈവം ശബത്തിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആ കൽപ്പന നൽകുന്നതിന് മുമ്പ് തന്നെ ശബത്ത് ഈ ലോകത്തുണ്ടായിരുന്നു എന്ന്
ഈ മന്നയുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. യഹോവയുടെ വിശുദ്ധ ദിവസം കൽപ്പലകൾക്ക് മുമ്പേ, അല്ലെങ്കിൽ കൽപ്പലകയിൽ കൽപ്പന എഴുതി നൽകുന്നതിന് മുമ്പേ അത് നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, 6 ദിവസം കൊണ്ട് സകലതും സൃഷ്ടിച്ച ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ആ വിശുദ്ധ ദിവസത്തിൽ സ്വസ്ഥമായിരുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച, ദൈവം ശുദ്ധീകരിച്ച, ദൈവം സ്വസ്ഥത ആചരിച്ച ദിവസമാണ് ശബത്ത്. ഇവിടെ മറ്റ് ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 3 കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ചെയ്തിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 1-ാമത്തെ ദിവസം ദൈവം വെളിച്ചങ്ങളുണ്ടാക്കി. അതുപോലെ 2-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ആകാശത്തിന് മുകളിലുള്ളതും ആകാശത്തിന് കീഴിലുള്ളതും തമ്മിലുള്ള വെള്ളങ്ങളെ വേർതിരിച്ച് ആകാശത്തിന്, അല്ലെങ്കിൽ വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു, ഭൂമിയിലുള്ള വെള്ളത്തിന് സമുദ്രമെന്ന് പേരിട്ടു. അതുപോലെ 3-ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സൃഷ്ടികളെ ഉണ്ടാക്കുന്നതായിട്ട്, അല്ലെങ്കിൽ സൃഷ്ടികൾ നടത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 3-ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം പ്ലാന്റുകൾ അല്ലെങ്കിൽ ഭൂമിയിലെ സസ്യജാലങ്ങളെ സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ 4-ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം വലിയ വെളിച്ചത്തെയും ചെറിയ വെളിച്ചത്തെയും ഉണ്ടാക്കുന്നതായിട്ടും, 5-ാമത്തെ ദിവസം മൃഗജാലങ്ങളെ, അല്ലെങ്കിൽ പക്ഷികളെ, ആകാശത്തിലെ പക്ഷികളെയും അതുപോലെ തന്നെ സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ഉണ്ടാക്കുന്നു 5-ാമത്തെ ദിവസം. അതുപോലെ 6-ാമത്തെ ദിവസത്തിൽ സ്വർഗത്തിലെ ദൈവം മൃഗജാലങ്ങളെയൊക്കെയും സൃഷ്ടിക്കുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അങ്ങനെ 6 ദിവസം കൊണ്ട് സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയ സ്വർഗത്തിലെ ദൈവം 7-ാം ദിവസത്തെ ഉണ്ടാക്കി ആ ദിവസത്തെ അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്വർഗത്തിലെ ദൈവം ഒരു കാര്യത്തെ അനുഗ്രഹിച്ചാൽ അത് എന്നേക്കും നിലനിൽക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്രകാരം സ്വർഗത്തിലെ ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആ ദിവസം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഇനി ആ ദിവസത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് യെശയ്യാപ്രവചനം 58-ന്റെ 13-14 വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ചു, അല്ലെങ്കിൽ മറ്റ് ദിവസങ്ങളിൽ നിന്നും വേർതിരിച്ചു. ആ ദിവസത്തെ വിശുദ്ധ ദിവസമായി ദൈവം നൽകി. അതിനുശേഷം ആ ദിവസത്തിൽ ദൈവം വിശ്രമിച്ചു. ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങിയുമില്ല ഉറങ്ങുകയുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം 7-ാം ദിവസത്തിൽ വിശ്രമിച്ചു. എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം 7-ാം ദിവസത്തിൽ വിശ്രമിച്ചത്? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം, ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിപ്പ് നടത്തി ദൈവം ടയേർഡായതുകൊണ്ട്, ദൈവം ക്ഷീണിച്ചതുകൊണ്ട് ദൈവം വിശ്രമിച്ചതല്ല. ദൈവത്തിൻ്റെ ജനത്തിന്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവം മനുഷ്യന് ശബത്ത് എന്ന് പറയുന്ന ആ അത്ഭുത ദിവസത്തെ അനുഗ്രഹിച്ച് നൽകിയതിന് ശേഷം ദൈവം ആ ദിവസത്തിൽ വിശ്രമിക്കണം. എങ്ങനെ വിശ്രമിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം മനുഷ്യന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സൃഷ്ടിപ്പ് മുതൽ തന്നെ ശബത്ത് നിലനിന്നിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. എന്നാൽ യഹൂദന്മാർ ഉണ്ടാകുന്നത് അതിനും അനേകം വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഒരിക്കലും ശബത്ത് യഹൂദന് വേണ്ടി മാത്രം നൽകിയതല്ല. ഇനി മന്നയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവം പറയുന്നു, 6 ദിവസം നിങ്ങൾ മന്ന പിറക്കി ഭക്ഷിക്കണം. എന്നാൽ ഒരു ദിവസത്തെ മന്ന അടുത്ത ദിവസത്തേക്ക് ശേഷിപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾ ശേഷിപ്പിച്ചാൽ അത് നശിച്ചു പോകും എന്ന് സ്വർഗത്തിലെ ദൈവം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു. എന്നാൽ പലരും അടുത്ത ദിവസത്തേക്ക് ഒരുപാട് പറക്കി, അതായത് അത്യാഗ്രഹം കൊണ്ട് അനേകം പറക്കി അടുത്ത ദിവസത്തേക്ക് ശേഷിപ്പിച്ചു. എന്നാൽ അതൊക്കെയും നശിച്ചു പോയി എന്ന് കാണുവാൻ സാധിക്കും. കൃമിച്ച് നാറി എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ 6-ാം ദിവസത്തിൽ ദൈവം ഡബിൾ പോർഷൻ അവർക്ക് നൽകി. 6-ാം ദിവസത്തിലെ മന്ന
7-ാം ദിവസം കൂടി ശേഷിപ്പിച്ചാലും അത് നശിക്കുകയില്ലായിരുന്നു. കാരണം ദൈവം അവരോട് പറഞ്ഞു, 6-ാം ദിവസത്തിൽ നിങ്ങൾ ഇരട്ടി പറക്കണമെന്ന്. അങ്ങനെ 6-ാം ദിവസത്തെ മന്ന 7-ാം ദിവസവും അത് ഫ്രഷായി തന്നെ ഇരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇനി 7-ാം ദിവസത്തിൽ അവർക്ക് മന്ന ദൈവം നൽകിയിരുന്നില്ല. ദൈവം പറഞ്ഞു, 6-ാമത്തെ ദിവസം ആവശ്യമുള്ളത് പിറകെ 7-ാം ദിവസവും കൂട്ടിക്കൊള്ളണം, അല്ലെങ്കിൽ 7-ാം ദിവസത്തേക്കും വെച്ചോളണം. എന്നാൽ ദൈവത്തിൻ്റെ ഈ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് പലരും 7-ാം ദിവസത്തിലും മന്ന പറക്കുവാൻ വേണ്ടി പോയി. എന്നാൽ അവിടെ മന്ന ഇല്ലായിരുന്നു. ഈ 3 അത്ഭുതങ്ങളെ നമുക്ക് ശബത്തിൽ കാണുവാൻ സാധിക്കാം. സൃഷ്ടിപ്പിൽ 6 ദിവസം കൊണ്ട് സകലതും സൃഷ്ടിച്ച ദൈവം ശബത്തിൽ 3 കാര്യങ്ങൾ ചെയ്തു. ശബത്തിനെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ച് ആ ദിവസത്തിൽ സ്വസ്ഥത ആചരിച്ചു. അതുപോലെ തന്നെ ഇവിടെ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ മന്നയുടെ അനുഭവം നമ്മൾ നോക്കുമ്പോൾ, ഇവിടെ സ്വർഗത്തിലെ ദൈവം മന്നയുടെ അനുഭവത്തിലൂടെ 3 അത്ഭുതങ്ങൾ ചെയ്യുന്നു. ആദ്യത്തെ 6 ദിവസവും പറക്കുന്ന മന്ന അടുത്ത ദിവസം ഇരുന്നാൽ കൃമിച്ച് നാറിപ്പോകുമായിരുന്നു. എന്നാൽ 6-ാം ദിവസം നൽകുന്ന മന്ന അടുത്ത ദിവസവും ഇരിക്കുമായിരുന്നു. 7-ാം ദിവസം അവർക്ക് മന്നയെ ഇല്ലായിരുന്നു. അപ്പോൾ ശബത്തിൻ്റെ പ്രത്യേകത നമുക്കിതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുശേഷമാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വായ്മൊഴിയാൽ സീനായ് മലയിൽ നിന്നും ഈ ലോകത്തോട് ശബത്തിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ 10 കൽപ്പനകളെക്കുറിച്ച് അറിയിക്കുന്നതായിട്ടുള്ള സമയത്ത് 4-ാം കൽപ്പനയായിരിക്കുന്ന ശബത്തും കൽപ്പലകയിൽ എഴുതി നൽകുന്നത്. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ വലിയ ഒരു തകർച്ചയ്ക്ക് കാരണം തന്നെ ശബത്ത് ലംഘനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, യിരെമ്യാ പ്രവചനത്തിലൊക്കെയും വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ദൈവത്തിൻ്റെ ശബത്തുകളെ മറന്നുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ട് ശബത്തിൽ വേല ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ യെരൂശലേം ദേവാലയം നഷ്ടപ്പെട്ടു പോയത്. 70 വർഷം അടിമകളായി തീരേണ്ടി വന്നത്. കാരണം ദൈവം പറയുന്നു, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക് 6 ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു, അന്ന് ആരും ഒരു വേലയും ചെയ്യരുത് എന്ന സ്വർഗത്തിലെ ദൈവം അവരോട് കൽപ്പിക്കുമ്പോൾ, അവർ അതിൽ നിന്നും വിഭിന്നമായിട്ട് അവർ ചുമടുകളെ ചുമന്നുകൊണ്ട് യെരൂശലേമിലേക്ക് കടന്നു ചെന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മാത്രവുമല്ല, ശബത്തിൽ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന വിശുദ്ധ സഭായോഗം ഉണ്ടാകുന്നതിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന 7-ാം ദിവസത്തിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ യെരൂശലേം ദേവാലയത്തിൻ്റെ പിൻഭാഗത്ത് അശൂര പ്രതിഷ്ഠകളെ സേവിക്കുകയും മ്ലേച്ഛ വിഗ്രഹങ്ങളെയും വാൽ വിഗ്രഹങ്ങളെയും ആരാധിക്കുകയും ചെയ്തിരുന്നു എന്ന് പ്രവാചകന്മാർ രേഖപ്പെടുത്തുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ട് 70 വർഷം 7-ാം ദിവസത്തെ അനുസരണത്തിൻ്റെ വിപരീതമായിട്ട് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് 70 വർഷക്കാലം അവർ കഠിന ജീവിതം നയിക്കേണ്ടി വന്നു. ഇനി ദൈവത്തിൻ്റെ ജനത്തിനും മനുഷ്യനും മധ്യത്തിൽ അടയാളമായി വച്ചിരിക്കുന്നത് 7-ാം ദിന ശബത്താണ്. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ ജനത്തെ തിരിച്ചറിയുവാൻ ദൈവം നൽകിയിരിക്കുന്ന അടയാളം അത് ശബത്ത് അടയാളമാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്കാരത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി വിവാഹ അടയാളം നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ അടയാളം പ്രദാനം ചെയ്യുന്നത് ആ പുരുഷനാണ് ആ സ്ത്രീ എന്നാണ്. അതുപോലെ ശബത്താകുന്ന അടയാളത്താൽ ദൈവത്തിൻ്റെ മണവാട്ടി സഭയെ തിരിച്ചറിയുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ശബത്ത് ദൈവത്തിനും മനുഷ്യനും മധ്യത്തിലുള്ള അടയാളമാണ് എന്ന് യെഹെസ്കേൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ദിവസത്തെയാണ് ഇന്ന് ലോകം പറയുന്നത് അത് ക്രൂശിൽ തറച്ച് നീങ്ങിപ്പോയി എന്നാണ്. കർത്താവ് യേശുക്രിസ്തു പറയുന്നു, മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം.
അവിടെ ക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നു ക്രിസ്തു ശബദിനും കർത്താവാണ് എന്ന്. അതിനർത്ഥം ക്രിസ്തു ശബദിനും കർത്താവായിരിക്കണമെങ്കിൽ ശബദ് തീർച്ചയായും നിലനിൽക്കണം. ഇല്ലാത്ത ഒരു കാര്യത്തിന് എങ്ങനെയാണ് ക്രിസ്തുവിന് കർത്താവായിരിക്കുവാൻ സാധിക്കുന്നത്? അപ്പോൾ ക്രിസ്തു ശബദിനും കർത്താവാണ് എങ്കിൽ ആ ശബദ് നിത്യതയിൽ നിന്നും നിത്യതയോളം നിലനിൽക്കുന്നതായിരിക്കാം. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പതിവ് നാം പരിശോധിക്കുമ്പോൾ ലൂക്കോസ് 4:16 പറയുന്നു, ക്രിസ്തു പതിവ് പോലെ പള്ളിയിൽ പോവുകയും വായിക്കാൻ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തിരുന്നു എന്ന്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പതിവ് ശബദ് അനുസരിക്കുകയാണ്. ഇനി അപ്പോസ്തലന്മാരുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അപ്പോസ്തല പ്രവൃത്തികളിൽ 84 പ്രാവശ്യമാണ് അപ്പോസ്തലന്മാരുടെ ശബദ് ആചരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലന്മാരും ശബദ് അനുഷ്ഠിച്ചിരുന്നു. സത്യവേദ പുസ്തകത്തിലെ അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മപരവശനായി. കർത്താവിനൊരു ദിവസമുണ്ട്, അത് കർത്തൃദിവസം. ആ കർത്തൃദിവസത്തിനും കർത്താവാണ് കർത്താവ് യേശു ക്രിസ്തു, ശബദിനും കർത്താവായ കർത്താവ് യേശു ക്രിസ്തു. യെശയ്യാപ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, യഹോവയുടെ വിശുദ്ധ ദിവസം ശബദ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ അവർക്ക് 6 ദിവസം കൊണ്ട് യഹോവയായ ദൈവം സൃഷ്ടിച്ച 6 ദിവസം കൊണ്ട് സകലതും സൃഷ്ടിച്ച ദൈവം സ്വസ്ഥമായിരുന്ന ദിവസം, ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസം, അത് 7-ാം ദിവസം. മറ്റു ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ദിവസം ശബദ് ദിനം. അപ്പോൾ നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, അങ്ങനെ നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്ന AD 95 യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഈ ശബദ് ദിനം എങ്ങോട്ട് മാറിപ്പോയി എന്ന്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ AD 321 അപ്പോസ്തലന്മാരുടെ കാലത്തിന് ശേഷം വന്നതായിട്ടുള്ള സഭയിലെ ദുരാചാരങ്ങളിൽ ഒന്നായിരുന്നു കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, കൊസ്തന്റിനോസ് ചക്രവർത്തി ക്രിസ്തീയ മതം സ്വീകരിക്കുകയും അവരുടെ ദേവനായിരിക്കുന്ന സൂര്യദേവൻ്റെ ആരാധനാ ദിവസം ഞായറാഴ്ച ദിവസത്തിൽ ശബദിൻ്റെ പരിശുദ്ധിയെ ഞായറാഴ്ചയിലോട്ട് മാറ്റിക്കൊണ്ടുപോയത്, മ്ലേച്ഛ വിഗ്രഹങ്ങളെ സഭയ്ക്കുള്ളിൽ നിർത്തിയത് മാതൃസഭയായിരിക്കുന്ന കത്തോലിക്ക സഭ ചെയ്തതായിട്ടുള്ള വലിയ പിഴവിൻ്റെ ഫലമായിട്ടാണ് ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച സ്വസ്ഥത ആചരിച്ച വിശുദ്ധ ദിവസത്തിൻ്റെ പരിശുദ്ധിയെ ഞായറാഴ്ചയിലേക്ക് മാറ്റിക്കളഞ്ഞത്. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് ക്രിസ്തു ലോകത്തോട് പറയുമ്പോൾ, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക എന്ന് സ്വർഗത്തിലെ ദൈവം ഈ ലോകത്തോട് പറയുമ്പോൾ, മനുഷ്യകൽപ്പനകളായിരിക്കുന്ന ദിവസങ്ങളെ ഭജിച്ചുകൊണ്ട് മനുഷ്യൻ ഞായറാഴ്ചയെ ശുദ്ധീകരിക്കുവാൻ നടക്കുന്ന ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായിരിക്കുന്ന സംഭവം. ദൈവത്തിൻ്റെ ശബദുകളെ മറന്നിരിക്കുന്ന ജനങ്ങളോട് കർത്താവായ ദൈവം പ്രവാചകന്മാരിലൂടെ പറയുന്നു, എൻ്റെ ശബദുകളെ മറന്നിരിക്കുന്നവരെ ഞാനും മറന്നിരിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് മനുഷ്യൻ പരിജ്ഞാനമില്ലായകയാൽ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ശബദിനും കർത്താവായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ദിവസത്തിൽ മരുഭൂമിയിൽ ഇസ്രയേൽ ജനം മിസ്രൈം ദേശത്തു നിന്നും വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയില്ല ഇവിടെ ദൈവം 3 അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അതിലൂടെ ശബദിൻ്റെ പ്രാധാന്യത്തെ ദൈവം ഇസ്രയേൽ ജനങ്ങളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ക്രിസ്തുവിൻ്റെ പതിവ് പോലെ ശബദിൽ പള്ളിയിൽ പോയിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ പതിവ് പോലെ ശബദിൽ പള്ളിയിൽ പോയിരുന്നുവെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിനോട് ചോദിച്ചു, അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന്. നിരവധി കാര്യങ്ങൾ പറയുന്നതോടൊപ്പം ക്രിസ്തു പറയുന്നു, നിങ്ങളുടെ ഓടിപ്പോക്ക് ശബദിലോ ശീതകാലത്തോ സംഭവിപ്പാൻ പ്രാർത്ഥിപ്പിനെന്ന്. അതിനർത്ഥം അന്ത്യനാളുകളിൽ ആസന്നമായിരിക്കുന്ന പീഡനമുണ്ടാകുന്ന വേളയിൽ ഒരു ഓടിപ്പോക്കിൻ്റെ അനുഭവമുണ്ട് എന്ന്. ആ സമയത്ത് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ശബദിൽ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും പറയുമ്പോൾ ആ ശബദ് ഇന്നും നിലനിൽക്കുന്നു എന്നാണ് അതിനർത്ഥം.
അപ്പോൾ ആ ശബത് ക്രൂശിൽ തറച്ചെങ്ങും പോയിട്ടില്ല. ക്രൂശിൽ തറച്ചു പോയത് കർമാചാര നിയമങ്ങളാണ്. അങ്ങനെയുള്ള കർമാചാര നിയമങ്ങൾ, മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ശബതുകളാണ് നീങ്ങിപ്പോയിരിക്കുന്നത്. അല്ലാതെ 7-ാം ദിന ശബതുകളല്ല. ഉത്സവങ്ങളെയും ശബതുകളെന്നാണ് പറയുന്നത്, വാർഷിക ഉത്സവങ്ങളെ. അതാണ് ക്രൂശിൽ തറച്ച് നീങ്ങിപ്പോയത്. അല്ലാതെ 7-ാം ദിന ശബതല്ല. അത് നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്നതാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ആ ശബത് പിന്നെ അമാവാസി തോറും ശബത് തോറും സകല ജഡവും സ്വർഗത്തിലെ ദൈവത്തെ നമസ്കരിക്കുന്നതിന് വേണ്ടി ദൈവം മുമ്പാകെ കടന്നു ചെല്ലാം. അപ്പോൾ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള ദിവസം, വിശുദ്ധ ദിവസം എന്ന് പറയുന്നത് ശബതാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പതിവനുസരിച്ച് സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് സ്വസ്ഥത ആചരിച്ച് 7-ാം ദിനത്തിൽ നമ്മൾ ആചരിച്ചെങ്കിൽ മാത്രമേ ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമുക്ക് ശബത്ത് അനുസരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മരുഭൂപ്രയാണത്തിൽ സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് ശബത്തിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ അന്ത്യനാളുകളിലും ദൈവം നമ്മളെ ശബത്തിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ശബത്ത് അനുസരിക്കുന്നതിന് വേണ്ടി ദൈവം ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് എഴുതി, കൽപ്പലകയിൽ എഴുതി, ദൈവത്തിൻ്റെ വാമൊഴിയാൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രാധാന്യം വലുതാണ്. നിത്യതയോളം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ദൈവം കൽപ്പലകയിൽ എഴുതിയത്. അതുപോലെ പ്രവാചകന്മാരിലൂടെ അനുസരിക്കാത്ത ജനത്തോട് ദൈവം ഓർമ്മിപ്പിച്ചുവെങ്കിൽ അതിൻ്റെ തിക്തഫലം 70 വർഷം അവർ അനുഭവിച്ചുവെങ്കിൽ ദൈവം യെഹെസ്കേൽ പ്രവാചകനിലൂടെ പറയുന്നു, ദൈവത്തിൻ്റെ ജനത്തെ തിരിച്ചറിയുവാനുള്ള അടയാളമാണ് ശബത്ത് എന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ശബത്ത് നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കാം. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ശബത്താണ് അനുസരിക്കേണ്ടതായിട്ടുള്ള ദിവസം. നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുള്ള, വിശ്രമിക്കേണ്ടതായിട്ടുള്ള ദിവസം. ഈ ഭൂമിയിൽ നമ്മൾ ആ ശബത്ത് അനുസരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിലും അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊണ്ട് ക്രിസ്തു പറഞ്ഞതുപോലെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. അതിനർത്ഥം നിത്യത മുതൽ നിത്യതയോളം ന്യായപ്രമാണം അതിൻ്റെ മധ്യത്തിലെ ശബത്ത് നിലനിൽക്കാം. ആ ശബത്തില നമുക്ക് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് നീങ്ങാം. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമുക്ക് ആ ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ, ശക്തി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം, ജോഷുവ എടുത്ത പോലെ, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കാം, ദൈവകൽപ്പനകൾ പ്രമാണിക്കാം, ശബത്ത് അനുസരിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ശബത്തിനും കർത്താവായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ശബത്തിൽ സകല ജഡവും അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ വണങ്ങുവാൻ, അങ്ങേ നമസ്കരിക്കുവാൻ വരുമെന്ന് കേൾപ്പിച്ച വലിയ കപോൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഏദനിൽ ആരംഭിച്ച പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നിലനിൽക്കുന്ന ആ വിശുദ്ധ ദിവസം അങ്ങയുടെ അടയാളമാണ് എന്ന് മനസ്സിലാക്കി അടിയങ്ങളതനുസരിക്കുവാനും അതിലൂടെ അടിയങ്ങൾ തിരിച്ചറിയപ്പെടുവാനും അങ്ങിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ പ്രാപിച്ച് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അങ്ങേ ആരാധിക്കുവാനുള്ള അവസരം ഒരുക്കി നൽകണമെന്ന പ്രാർത്ഥന അവിടുന്ന് ചെവിക്കൊള്ളണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.